രാഹുൽ പറഞ്ഞ പോലെ ഈ ചാനലുകൾക്കനുസരിച്ച് കോൺഗ്രസ് നിലപാട് മാറ്റണമെന്ന് പറയുന്ന കാര്യത്തിനോട് എനിക്കൊരു എതിർപ്പുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പറയുന്ന ഈ ഒരു ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് രാഹുൽ ഗാന്ധിയെ താഴ്ത്തി കാണിക്കുക എന്നുള്ളൊരു കാര്യമാണ് 2013 ആദ്യം BJP ചെയ്തത്. അവർ സത്യം പറഞ്ഞാൽ 5-6 വർഷം മുതൽ അവർ വിജയിച്ചു വരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഒന്നും അറിയാത്ത ഒരാളാണ്, ഇത്തരത്തിലുള്ള നിക്നെയിംസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു BJPയുടെ പരിപ്രേക്ഷ വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന ആങ്കർമാരെല്ലാം പറഞ്ഞ് അതവർ സ്ഥാപിക്കപ്പെടാൻ നോക്കിയതിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണെന്ന് ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് അടക്കം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 272 സീറ്റിൽ BJP എത്തിയപ്പോൾ UPA അല്ല ഇന്ത്യ മുന്നണി ഏകദേശം 24 സീറ്റാണ് ബാക്കിലുള്ളത്. കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് അടക്കം കോൺഗ്രസിന് മാറ്റി വോട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ജേണിയാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഇത്രയും കാലം ചീത്ത പറയുന്ന മാധ്യമങ്ങളോട് നമ്മൾ സന്ധി ചെയ്യണമെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വാർത്തയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ ഈ പ്രേക്ഷകർ, ഈ കാണുന്ന സാധാരണ മിഡിൽ ക്ലാസ് അടക്കം ഈ പറഞ്ഞ ചാനലുകളോട് ഡിമാൻഡ് ചെയ്യും. ആ ഡിമാൻഡ് കാരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇട്ട് നോക്കി, ഇന്ത്യ ടുഡേ അടക്കമുള്ള ചാനലുകൾ, റിപ്പബ്ലിക് ചർച്ച ചെയ്യുന്നില്ല, ഇന്ത്യ ടുഡേ അടക്കമുള്ള ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നത് അത് ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡിമാൻഡിലേക്ക് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രണ്ടാമത്തെ കാര്യം നിഷാദ് ചോദിച്ചത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. വോട്ടർ പട്ടികയിൽ നിങ്ങൾ നോക്കിയപ്പോൾ ഇത് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നഗരമണ്ഡലങ്ങളിൽ അതിപ്പം എല്ലായിടത്തും, ഈവൻ ഞാൻ കേരളത്തിൽ പോലും നഗരമണ്ഡലങ്ങളിൽ ആളുകളെ കണ്ടെത്തുക എന്നുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഫ്ലാറ്റുകളൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ. ഞാൻ തുറന്നു പറയുകയാണ്, ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പം സംഘടനാ സംവിധാനം കൂടുതലുണ്ടെന്ന് പറയുന്നത് CPM പോലും നമുക്ക് ഈ കോർപ്പറേഷനുള്ള പല ആളുകൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇവിടെയാണ് ഈ ഫ്ലാറ്റുകളൊക്കെ അടക്കം കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ പോലെ BJP വോട്ട് ചേർക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അഡ്രസ്സിൽ തന്നെ 80 ആളുകളെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എന്തായാലും കോൺഗ്രസ് അതിനെക്കുറിച്ച് കൂടുതൽ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഈവൻ തൃശ്ശൂർ പോലും ഞാൻ മനസ്സിലാക്കുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നൊരു വലിയ പരാതി, ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് കുറേയേറെ വോട്ടുകൾ അവിടെ ഇല്ലാത്ത ആളുകളെ കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും അപ്പുറത്തുള്ള ലോക്സഭയിൽ നിന്നും പുതുക്കാട് നിന്നും ഒക്കെ ആളുകളെ കൊണ്ടുവന്നു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു വേക്കപ്പ് കോളാണ്, പാർട്ടിക്കൊരു വേക്കപ്പ് കോളാണ്. ഒരു ഇലക്ഷനും ഈ വോട്ട് ചേർക്കുന്ന പ്രക്രിയയെ നമ്മൾ സിമ്പിളായി കാണില്ല. അത് കോർപ്പറേഷൻ ഇലക്ഷൻ ആണെങ്കിലും, പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും, നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും, ഞാനടക്കമുള്ള സാധാരണ ആളുകൾ വിചാരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് കാണിക്കില്ല എന്നുള്ളത് അതല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നിൽ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും അതിനെ രാഷ്ട്രീയപരമായി BJP ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു വിഷമകരമായിട്ടുള്ള സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ പാർട്ടി മുന്നോട്ട് പോകണം. താങ്കൾ പറഞ്ഞ പ്രതിഷേധങ്ങളുടെ കാര്യം, നാളെ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ നമ്മുടെ സമരമാണ്. തിങ്കളാഴ്ച കേന്ദ്ര ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് വലിയൊരു സമരം ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു പോവുക മാത്രമല്ല, ഇത് അവസാനമായി അതിന് വഴിയിലുള്ള സമരമാകട്ടെ, പാർട്ടി സമരങ്ങളാവട്ടെ, അതിനേക്കാൾ ഉപരി അത് കോടതിയിൽ പോയി നിയമയുദ്ധം നടത്താൻ കൂടി കോൺഗ്രസ് തയ്യാറാണ്. അത് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ പറയുന്ന കാര്യമില്ലേ, അതിലെൻ്റെ അഫിഡവിറ്റ് ഉണ്ടല്ലോ, എൻ്റെ ഒപ്പുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നിയമയുദ്ധം അടക്കമുള്ള കാര്യം ഇതിൽ ഞാൻ പറഞ്ഞത് ഈ നാടിൻ്റെ ഒരു സാധാരണ പൗരന് ഈ നാട്ടിലുള്ള ഒരു വോട്ടാണ്. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആണായാലും പുരുഷനായാലും ആരായാലും നമുക്കെല്ലാം ഉള്ള ഒരു അടിസ്ഥാനം നമ്മൾ ഒന്നിപ്പിക്കുന്നത് ഒറ്റ വോട്ടാണ്. ആ വോട്ടവകാശം അത് സുതാര്യമാകണം.